ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകാൻ പാടില്ലായിരുന്നു എന്ന് ഇന്നലെ ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെട്ടു. ഇൻഫാക്ട് ഗ്രീഷ്മയ്ക്കെന്നല്ല ആർക്കും വധശിക്ഷ നൽകാൻ പാടില്ല എന്നും വധശിക്ഷ എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നും സ്റ്റേറ്റിന് ഒരാളുടെ ജീവനെടുക്കാൻ അവകാശമില്ല എന്നും അവർ അഭിപ്രായപ്പെട്ടു. ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷേ സ്റ്റേറ്റിന് ഒരാളുടെ ജീവൻ എടുക്കാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് വളരെ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സ്റ്റേറ്റിന് കീഴിൽ ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുക എന്നത് അതിൽ സ്റ്റേറ്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച മാത്രം കേരളത്തിൽ 5-6 പേർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതു ജയൻ ഒരു റിപ്പീറ്റഡ് ഒഫൻഡർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബം തന്നെ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ നിയമ സംവിധാനത്തിന് ആ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാൻ ആയില്ല. കൊലപാതക കേസിൽ കോടതി ജീവപര്യന്തം വിധിച്ച പ്രതികളും ഗുണ്ടകളുമെല്ലാം പരോളിന് പുറത്തിറങ്ങി ആഘോഷിക്കുന്ന വീഡിയോകളും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാമാണ് കേരളത്തിലെ നിലവിലെ അവസ്ഥ. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ നോക്കൂ. 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി റേപ്പ് ചെയ്ത പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് കൊടുത്ത് അവരെ സമൂഹം മാലയിട്ട് സ്വീകരിച്ചു. അത് ആ സ്ത്രീ കാണേണ്ടി വന്നു. ഇതെല്ലാം കാണുന്ന പ്രതികൾക്ക് നിയമത്തിൽ യാതൊരു രീതിയിലുള്ള പേടിയുമില്ല. സാധാരണക്കാർക്കാണെങ്കിൽ നിയമത്തിലുള്ള വിശ്വാസം ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം സ്റ്റേറ്റ് ആണ്. പല കേസുകളിലും സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികൾക്ക് വേണ്ടിയുണ്ടായ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റുകളും കറപ്ഷനും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇന്നലെ വന്ന വിധിയിൽ ആശ്വാസം കണ്ടെത്തി ജനങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയായ കാര്യമല്ല.